ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാണണ്ട പുഞ്ചിരി തന്നെയല്ലേ അത്. പുഞ്ച കുഞ്ഞി പുഞ്ചി പിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പുഞ്ചിരി തന്നെയാണോ നമ്മുടെ പുഞ്ചിരി? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അറിയില്ല, ഞങ്ങള് പെട്ടെന്ന് നോക്കുമ്പോ നമ്മുടെ വഴിയിൽ ഞാനവിടെ നിൽക്കുമായിരുന്നു. കുളിച്ചിട്ട് വന്നപ്പോ നോക്കുമ്പോ പുഞ്ചി വഴിക്ക് കിടക്കുക. താഴെ നോക്കിയപ്പോ അവിടെ നിന്ന് നോക്കുമ്പോ അവിടെ കേട്ടോ നമ്മുടെ പുഞ്ചിരി കിടന്നത്. അവനങ്ങനെ വഴിക്ക് എപ്പോഴും കിടക്കാനില്ലാത്തതാ. നോക്കുമ്പോ ഉണ്ടല്ലോ, ഇതെന്തായാലും ആരോ വിഷം വെച്ചത് തന്നെയാ. നമ്മുടെ പൂച്ചയ്ക്ക് വിഷം കൊടുത്തതാ. നമുക്കുറപ്പാണ് നമ്മുടെ പൂച്ചയ്ക്ക് ഇത് വിഷം കൊടുത്തത് തന്നെയാ. കാരണം ഇന്ന് രാവിലെയും കൂടി ഞാൻ കണ്ടതാ. ഞങ്ങള് ചോറ് ഇത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചിട്ട് തീച്ച വന്നിരിക്കുന്നു. അത് വിഷം തന്നെ നിന്നത്. അതിന് ചോർപ്പ് തന്നെ. നമ്മുടെ വീട്ടില് ഏറ്റവും നമ്മുടെ പുഞ്ചിരിയായിരുന്നു. പുഞ്ചിരി ആരോ നമുക്ക് പണിയാവുന്നതാ. കാരണം ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓർത്തോട്ടെ, ഇതുപോലെ തന്നെ അവന് കിടന്ന് അനുഭവിക്കണം. ആരാ ചെയ്തെന്ന് വെച്ചാല് ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞത്തി ഗൈസപ്പ അവന്റെ മൂക്കിന്നൊക്കെ നോക്ക്, ബ്ലഡ് വന്നിട്ടുണ്ട്. പങ്ങ തൂമ്പ എടുക്ക. ഞാൻ ഓർത്തതാ എന്തിനാ പുഞ്ചി അവിടെ പോയി ഇങ്ങനെ കിടക്കുന്നത്. പുഞ്ചി അങ്ങനെ വഴിക്കൊന്നും കിടക്കാത്തതാ.
പുഞ്ചിരി കൂലി എന്നിട്ട് വാ. ഇത്രയ്ക്കുള്ള ഇങ്ങനൊന്നും ചെയ്യരുത്. ആരും ഇവരത് ചെയ്യരുതെന്നാ പറയാനുള്ളൂ. നമ്മുടെ അയൽവക്കക്കാർ തന്നെയാണെന്ന് ഞങ്ങൾക്ക് സംശയം. കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പട്ടീനെയൊക്കെ ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ 3 പട്ടിക്കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. അവര് അനുഭവിക്കും കുഞ്ഞാറ്റെ. ഇത് ചെയ്തവൻ എന്തല്ലോ ഇതിനനുഭവിക്കും. ശിവന്റെ മുമ്പിലല്ലേ നമ്മളെ കുഴിച്ചിരുന്നത്. ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇവൻ എങ്ങോട്ട് പോകാത്തതാ. പിന്നെ എനിക്കറിയില്ല നമുക്ക് എപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കാനും പറ്റുമോ? ഇങ്ങോട്ട് വീട്ടിലുണ്ടാവുന്നതാ. രാവിലെയും കൂടെ നമ്മളെല്ലാരും കണ്ടത്. അവന് ചോറ് വരെ കൊടുത്തതാ. അവന് ഏറ്റവും ഇഷ്ടം ക്യാറ്റ് ഫുഡാ. ഇനി അത് ആർക്കാവും ഞെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരും ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും കരഞ്ഞല്ലോ എന്ന് ആലോചിച്ച്. സ്വന്തം അനിയനാ. ഒരിക്കലും അനുഭവിക്കാതെ അവർ ഭൂമിയിൽ നിന്ന് പോവില്ല. പോവാൻ നമ്മൾ സമ്മതിക്കില്ല. അത് പോയി നോക്ക്. ഇവനിനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ എന്ന് എല്ലാവരും ചിന്തിച്ച നല്ല കാര്യം. മൃഗങ്ങൾക്ക് മാത്രമൊന്നുമല്ല. നാക്ക് കടിച്ചാ ചത്തേക്കുന്നത്. അവന്റെ വാല് നിങ്ങൾ കണ്ടോ? നോക്ക്, വാല രോമം മുഴുവൻ പോയി. എന്നിട്ട് നമ്മള് മരുന്നില്ല വാങ്ങിക്കൊടുത്തിട്ട് രോമെല്ലാം പതുക്കെ വരാൻ തിരികിട ഉണ്ടായിരുന്നുള്ളൂ. ജീവിച്ചിരിക്കുമ്പോ ഏറ്റവും വൃത്തിയും എല്ലാം ഉണ്ടായിരുന്നതാ പുഞ്ചന്. തീർത്ത് മണ്ണാവുമ്പോ വിഷമോ. ഇനി അതാ നമ്മുടെ പ്രാർത്ഥന. ഇവനെ പോലെ ഓർമ്മത്തെ തരണേ. നമുക്ക് ഒന്നിനെ വളർത്താനും പറ്റില്ല. കാരണം നമ്മൾ വളർത്തുന്നതിനൊക്കെ എല്ലാവർക്കും ഒന്നും കളയുമോ, നമുക്ക് പേടിയാവോ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താവും. കാരണം എല്ലാവരും വിഷമിച്ചാണ് ഇപ്പം നമുക്ക് ഒറ്റ പട്ടിയില്ലാത്തത്. നമ്മുടെ പട്ടീനെയൊക്കെ വിഷം വെച്ചാൽ എല്ലാവരും കൊന്നത്. കാരണം ആർക്കും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല.
ഇവിടുത്തെ നാട്ടുകാരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. പന്നി വലിക്കും. ആ വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും എടുത്തിടണോ? ഇത് വെച്ചാൽ മതി ചേച്ചി. കുറുങ്ങൻ വന്നു, അതിന്റെ അമ്മ വന്നു. നമ്മളിപ്പോ പുഞ്ചിരിനെ കുഴിച്ചിട്ടിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. വാവാറ്റിയ ഇൻസിഡന്റ് ആദ്യം കാണുന്നത്. ഞാൻ അടുക്കളയിലായിരുന്നു. ഞാൻ വിചാരിച്ചു പുഞ്ചിരി എന്താ അവിടെ, ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് കാണുന്നത്. അത് വൈറ്റ് കളറിൽ എന്തോ കിടക്കുന്ന പോലെ ഞാൻ കണ്ടേ. അപ്പൊ ഞാൻ ഓർത്തു എന്താ പോലും പുഞ്ചിരിയാണോ കിടക്കുന്നത്? അവൻ അങ്ങനെ എവിടെയും പോയിട്ട് ഇങ്ങനെ കുറേ നേരം കിടക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും തന്നെ നമ്മുടെ കൂടെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ കൂടെ തന്നെ 24 hours ഉണ്ടാവും. ഉറങ്ങുവാണെങ്കിൽ തന്നെ അത് എന്താ പറയുക, ഒന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് കയറിയിട്ടേ ഉറങ്ങുള്ളൂ. പിന്നെ അടുക്കളയിൽ നമ്മുടെ മടിയിലൊക്കെ വന്നിരുന്ന് ഉറങ്ങുള്ളൂ. അല്ലാതെ ഇങ്ങനെ വഴിക്ക് കിടന്ന് ഉറങ്ങുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പം തന്നെ എനിക്കൊന്നും ഇനിയിപ്പോൾ എന്താ പറ്റിയെന്ന് ഓർത്തിട്ടാണ് ഓടിച്ചെന്നത്. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു വയ്യാതെ കിടക്കുവാണ്. പുഞ്ചിരനെ ആണോ കിടക്കുന്നത്? നോക്കുമ്പോൾ നേത്ത് മുഴുവൻ ഈ എന്താ പറയാ, വായിൽ നിറച്ച് ഉറുമ്പ്, ഈച്ചയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അതിന് തൊട്ട് മുമ്പ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എന്നിട്ട് അത് പോകുന്നത് ഞാൻ കണ്ടത്. രാവിലെ ഞാൻ കണ്ടത് ഇവിടെ ഈ വഴിക്ക് ഇതാ ഇവിടെ ഉണ്ട്. രാവിലെ നമ്മളെ വിളിച്ചു, നമ്മളെ എഴുന്നേപ്പിക്കുന്ന തന്നെ പുഞ്ചിരിയാ വന്നിട്ട്. നാളെ മുതൽ നമ്മളെ വിളിക്കാനൊന്നും ആരും ഇല്ല. നമുക്ക് ഇവരെല്ലാരും ഉണ്ടെങ്കിലും ഇവരില് എല്ലാ പൂച്ചകളിലും ഏറ്റവും പാവം അവനായിരുന്നു. ആരെയും ഒന്നും അവൻ ചെയ്യില്ല. അത്രയ്ക്ക് സ്നേഹവും നമ്മളെ അത് ഒന്നും ഇതുവരെ കടിക്കോ മാന്തോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവനെ അറിയാതെ ആയിരിക്കും അവന്റെ കൈനകോ പല്ലോ ഒക്കെ നമ്മൾ വായിക്കൊണ്ട് കൈവച്ചാലും കടിക്കില്ല. അത്രയും പാവമായിരുന്നു. എന്തായാലും നമുക്കിട്ട് തന്ന പണിയാന്നുള്ള കാര്യം നമുക്ക് ശരിക്കും അറിയാം. കാരണം നമ്മളോട് പകയും പ്രതികാരം ഉള്ളവർ തന്നെയാണ് ചെയ്തത്. നമ്മുടെ കുറെ പട്ടികളെയും വിഷം വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതാണ് നമ്മുടെ മൃഗങ്ങളിൽ അവരിങ്ങനെ എല്ലാം ചെയ്യുന്നത്. കാരണം അവർക്കറിയാം നമുക്ക് അതാണ് ഏറ്റവും വിഷമാവുന്നതെന്നറിയാം. പക്ഷെ അവർ ഓർത്തോട്ടെ. പക്ഷേ ഇത് ചെയ്തതിനുള്ളത് അയാൾക്ക് വൈകാതെ കിട്ടുന്ന നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കാരണം ഇത് ഫസ്റ്റത്തെ പുതുമയൊന്നും അല്ല. നമ്മുടെ 3 പട്ടിക്കുഞ്ഞുങ്ങളെ, നമ്മുടെ വീടിന് കാവലുണ്ടായിരുന്ന നമ്മുടെ പട്ടീനെ, നമ്മുടെ എത്ര പട്ടീനെ കൊന്നിട്ടുണ്ടെന്ന് അറിയോ? അതിനൊന്നും കണക്കില്ല. അതുപോലെ ഒരു തെരുവനായിനെ കൊന്നിട്ട് നമ്മുടെ പറമ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. തെരുവനായിനെ കൊന്നിട്ട് എന്നിട്ട് നമ്മളാണ് എന്നിട്ട് അതിനെ കുറിച്ചിട്ടത്. അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ വന്നിക്കിനെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഈ വീട്ടുമുറ്റാണ് ഇവിടെയാണ് അവൻ ചത്ത് കിടന്നത്. രാത്രിയിൽ എപ്പോഴും ഭയങ്കര കൊരയും. നമുക്ക് കാവലായിരുന്ന പട്ടിയാ. അത് തന്നെ, അവനെ ഉണ്ടായിരുന്നുള്ളൂ നോക്കാൻ. അവനെ കൊന്നു. കാവൽ നായ്ക്കളെ എല്ലാരും കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് സുഖമായല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ആർക്ക് വെള്ളം വന്ന് ഒളിച്ചിരിക്കാൻ നോക്കാം. അത് തന്നെ, പട്ടി കുറയ്ക്കില്ലല്ലോ. വീട്ടിൽ കയറാമലില്ലാത്തപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാലോ. വീട്ടിൽ കയറി സാധനങ്ങൾ വരെ എടുത്തോണ്ട് പോയ ചരിത്രമുണ്ട് ഗൈസ്. അതൊന്നും നമ്മള് അത് ഈ കഴിഞ്ഞ വർഷം അടുക്കളയിൽ സാധനങ്ങൾ വാങ്ങി വെക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പഞ്ചസാര ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, പൊടികളില്ല, ഒന്നുമില്ല. നമുക്ക് കാവലായിട്ട് നമ്മൾ ഓരോന്നിനെ വളർത്തും, വിഷം വെച്ച് എല്ലാരും കൊന്നു കളയും. പക്ഷെ ഞങ്ങൾക്ക് കാവലായിട്ട് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ല. ദൈവം ഉണ്ടെന്ന്, അവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ കർമ്മ എന്ന് പറഞ്ഞതിൽ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചത് വരുന്നത് എങ്ങനെയാന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. കാണും. ഒരിക്കലും നമ്മൾ മിണ്ടാമൃഗങ്ങളോടുണ്ടല്ലോ നമ്മൾ ക്രൂരത ചെയ്യാൻ പാടില്ല. അതിന് അനുഭവിക്കാൻ പോകുന്നത് അത് എക്സ്ട്രീം ലെവലുള്ള ശിക്ഷയായിരിക്കും. അതെന്തായാലും അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ വഴിയിലുള്ള പട്ടി നമ്മളെ കണ്ടു കുറയ്ക്കും. നമ്മളതിനെ ഒച്ചയെടുത്ത് പേടിപ്പിക്കുകയും ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഇതുവരെ അതിനൊന്നും ഉപദ്രവിക്കുക പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഒരിക്കലും നമ്മൾ മിണ്ടാമൃഗങ്ങളോട് നമ്മൾ ക്രൂരത നമ്മൾ ചെയ്യാൻ പാടില്ല. മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാം. ഇവർക്ക് നേരിട്ട് ആർക്കാണല്ലോ നേരിട്ട് ഒന്ന് പറയാം. അതിനുള്ള ഉത്തരം നമ്മൾ കൊടുക്കും. ഇത് പാത്തും പതുങ്ങി ഇരുന്ന് നമ്മുടെ മൃഗങ്ങളെ കൊന്നാണ് അവരൊക്കെ സന്തോഷിക്കുന്നത്. കാരണം നമ്മളെ അങ്ങനെയാണ് വിഷമിപ്പിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിച്ച് അവർക്ക് വരുന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. എന്തോ മരണവീട് പോലെയായി. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഒരാള് മരിച്ച പോലെ തന്നെ ഞങ്ങള് കണക്കാക്കുന്നത്. അല്ലാതെ
അതും ഞൊടിയിടയിലാണ് പെട്ടെന്ന് അല്ലേ, എത്ര പെട്ടെന്നാ. പുഞ്ചിന്റെ കരച്ചില് പോലും കേട്ടില്ല. ഒന്നാമത് അവന് ഒച്ചയില്ല, അങ്ങനെ സൗണ്ട് എന്ന് പറയാനൊന്നുമില്ല. അവൻ കരയുന്നതന്നെ നമുക്ക് കേക്കില്ല, എങ്ങനെയാന്ന് പോലും നമുക്ക് കേക്കില്ല. അതുപോലെ അവന് കണ്ണ് കാണില്ല. അങ്ങനത്തെ വേറൊരു പ്രോബ്ലം അതിനുണ്ട്, അതിന് കണ്ണ് കാണൂല്ല. കാണുമ്പോ നിങ്ങൾ ഓർക്കും കണ്ണ് കാണാം എല്ലാം ചെയ്യും, പക്ഷെ അങ്ങനെയല്ല. ചോറും മീനും കാറ്റ് ഫുഡുമാണ് അവന്റെ ഫേവറേറ്റ് ഫുഡ്. പിന്നെ അവൻ നാടൻ പൂച്ചയ്ക്ക് ഉണ്ടായ ഒരു ക്യാറ്റാന്ന് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു പേർഷ്യൻ ക്യാറ്റിന്റെ ഒരു ടച്ച് ഉണ്ട് അവന്. അത് നമുക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഹൈബ്രിഡ് ക്യാറ്റ് പോലെ തന്നെയാണ്, അത് തന്നെയാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എല്ലാം തന്നെ കഴിക്കും. പക്ഷെ അവൻ ഉണ്ടായത് നാടൻ പൂച്ചയ്ക്കും. അതെ തന്നെ, കുറുങ്ങ നാടനാ അവക്കാണ് ഉണ്ടായത്. പക്ഷെ നമുക്ക് ഹൈബ്രിഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവനെ ദൈവം തരുന്നത്. പക്ഷെ അതിനെ പോയി. ഗൈസ്, രാവിലെ മുതൽ ഒരു കുഴപ്പമില്ലാതിരുന്നവനാണ് അവൻ. പിന്നെ നമ്മൾ പറയുന്നു എവിടെയും പോവില്ലാത്ത പൂച്ചയാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് വിഷമിച്ച്. പിന്നെ അവനെ എടുക്കുന്ന ടൈമിൽ അവന്റെ മേത്ത് ഞാൻ ഓർത്ത് വിഷം കൊടുത്താവുന്ന വിചാരിച്ചത്. പക്ഷെ ഞാൻ സ്മെല് ചെയ്ത സമയത്ത് അവനൊരു വിഷത്തിന്റെ മണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മൂക്കിന്ന് ചോര വന്നിട്ടുണ്ട്. ഇനിയിപ്പോ തല്ലി വിട്ടതാണോ, വണ്ടി ഇടിച്ച്? ഇല്ല, അവൻ ഇവിടെയാണ് ചത്ത് കിടക്കുന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയവരാണ് നമ്മൾ കുട്ടിമണി കുറയ്ക്കും, നമ്മൾ അറിയും. പക്ഷെ ഇനിയിപ്പം കുറച്ച് പോയിസൺ കൂടിയ നമ്മൾ അറിയാത്ത തരത്തിലുള്ള വിഷമാണോ കൊടുത്തില്ല. ഇനി നമ്മുടെ വഴിക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഉള്ളതെന്ന്. വഴിക്ക് എന്തെങ്കിലും കിടപ്പുണ്ടോ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. റോഡ് സൈഡിലോ വഴിയരികിലോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയില്ല. എന്തെങ്കിലും കൊടുത്തതാണോ, ആരെങ്കിലും വെച്ചിട്ട് പോയപ്പോൾ നമ്മുടെ വഴിയരികിൽ കഴിച്ചതാണോ, നമ്മുടെ ഈ വഴിക്കെങ്ങാനും സൈഡിൽ വെച്ചിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല. പോയി എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരോ പണി തന്നതാന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% നമുക്ക് ഉറപ്പുണ്ട് അല്ലേ? അത് തന്നെയാണ്. അവരിപ്പോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും സത്യമായിട്ട്. കൂടുതൽ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. എന്താ പറയണത് എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഇത് കാണുന്നവര് നിങ്ങളൊരു പാപി ആവരുത്. നിങ്ങൾ ഒരിക്കലും ഒരു മൃഗങ്ങളോട്, ഒരു മിണ്ടാപ്രാണികളോട് നിങ്ങൾ ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിക്കുമോ. ഞാൻ വ്യക്തിവൈരാഗ്യമൊക്കെ ഉണ്ടാവുമായിരിക്കും, മനുഷ്യരാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വഴക്കും. പക്ഷെ ഇപ്പൊ ഈ പുഞ്ചിരിന്റെ കാര്യം പോലെ ഒറ്റ നിമിഷം മതി നമ്മളൊക്കെ ചത്തുപോകാൻ. ഒന്നും അറിയാത്ത ഒരാളെയാണ് നമ്മൾ വലിച്ചിട്ട് അവരെ നമ്മൾ ഉപദ്രവിച്ച് കൊല്ലുന്നത്. ശരിക്കും തെറ്റാണ്. തെറ്റിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കും. ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് അവർക്ക് ശിക്ഷ കിട്ടാത്തത് കൊണ്ട് ഇനി ഒരിക്കലും ശിക്ഷ കിട്ടില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ 100% 1000 മടങ്ങായിട്ട് അവർക്ക് തിരിച്ചത് കിട്ടിയിരിക്കും. നമ്മളിവിടെ വളർത്തുന്ന എല്ലാവരും അതെ നമ്മുടെ വാവന്മാരാ. അങ്ങനെയാണ് നമ്മളവരെ കെയർ ചെയ്ത് വളർത്തുന്നത്. പിന്നെ ഈ വീഡിയോ ഇടാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. നിങ്ങൾ കാണുന്നവർ വിചാരിക്കും നമുക്ക് ഇത്രയൊക്കെ നടന്നിട്ട് നമ്മൾ എന്താ വീഡിയോ ഇടുന്നതെന്ന് ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. നിങ്ങളും കൂടെ അറിയണം. നിങ്ങളും കൂടെ ഇത്രയും നാളുണ്ടായ സംഭവങ്ങളൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല ആരെയും. അതൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കുകയോ ചെയ്തത്. പക്ഷേ ഇത് ചെയ്തവരിത് കാണുന്നുണ്ടല്ലോ, എടാ മോനെ നിന്നെയൊക്കെ എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഉണ്ടല്ലോ, ഇത് ചെയ്തതിനുള്ളത് ഉറപ്പായിട്ടും നീ ഉണ്ടല്ലോ, നീ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് നീ അനുഭവിച്ചിരിക്കും. അത് ഉറപ്പാ. അതെന്തായാലും നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ പോകൂല. കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ നമ്മൾ നല്ല കാര്യം ചെയ്താലും ചീത്തക്കാര്യം ചെയ്താലും അതിനുള്ളത് നമ്മൾ ഇവിടുന്ന് അനുഭവിച്ചിട്ടേ നമ്മൾ ചത്തുപോകുള്ളൂ എന്ന്. അപ്പം ഇത് ചെയ്ത വ്യക്തി ഉറപ്പായിട്ടും ഇതിനുള്ളതിൻ്റെ ഇരട്ടിയിലിരട്ടി അനുഭവിക്കാതെ പോകൂല. കാരണം മനസ്സാ വാച അറിയാത്തതിന്റെ തലയിലേക്കാണ് അതിപ്പോ എന്തിനാ കൊന്നേന്ന് പോലും മനസ്സിലാവുന്നില്ല. വ്യക്തി വൈരാഗ്യം കൊണ്ട് തന്നെയാണ്. കാരണം നമ്മളോട് വൈരാഗ്യം ഉള്ളവരേ ഉള്ളൂ. പണ്ടേ അതെ, അത് പണ്ട് മുതലേ അതെ. നമ്മൾ എന്ത് ചെയ്തിട്ടാന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇതിനുള്ളത് അവരനുഭവിക്കും. എനിക്ക് കൂടുതൽ വേറെ പറയാനൊന്നുമില്ല. ദയവ് ചെയ്ത് ആരും ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് പറയാൻ. ഇനി മുതൽ പുഞ്ചിനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള. നാളെ മുതൽ അവൻ ഇന്ന് മുതലില്ല.